കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. SIT കൊലപാതക സാധ്യത പരിശോധിക്കണമെന്നും കണ്ണൂർ റേഞ്ച് DIG അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. SIT അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണം. കണ്ണൂർ റേഞ്ച് DIGയുടെ അനുമതിക്ക് ശേഷമേ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാവൂ. SIT കൊലപാതക സാധ്യത പരിശോധിക്കണം. CBIക്ക് പകരം കണ്ണൂർ DIGയുടെ മേൽനോട്ടത്തിലുള്ള സംഘം കേസ് അന്വേഷിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത ആരോപിച്ചിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബം മരണം കൊലപാതകമാണെന്ന സംശയമാണ് ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. CPIM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PP ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം പോലീസ് ശരിയായ അന്വേഷണം നടത്തില്ലെന്നാണ് മറ്റൊരു ആരോപണം. തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തക്കറ പോലീസ് അവഗണിച്ചതും ഇൻക്വസ്റ്റ് തിടുക്കത്തിൽ നടത്തിയതും സംശയകരമാണെന്ന വാദവും ഹർജിയിലുണ്ട്. എന്നാൽ ആരോപണത്തിനപ്പുറം തെളിവൊന്നും ഹാജരാക്കിയിട്ടില്ലെന്നാണ് ഹർജിയെ എതിർത്തുള്ള സർക്കാർ വാദം. എന്നാൽ കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് CBI വ്യക്തമാക്കിയത്. ഹൈക്കോടതി വിധിയിൽ തൃപ്തിയില്ലെന്നറിയിച്ച മഞ്ജുഷ ഹൈക്കോടതി വിധിയിൽ അപ്പീൽ നൽകുമെന്നും വ്യക്തമാക്കി. അപ്രതീക്ഷിത വിധിയെന്നും മേൽക്കോടതിയെ സമീപിക്കുമെന്നും നവീൻ ബാബുവിന്റെ സഹോദരനും അഭിഭാഷകനുമായ പ്രവീൺ ബാബു പ്രതികരിച്ചു. ജസ്റ്റിസ് കൗസർ എടപ്പകത്തായിരുന്നു ഹർജി പരിഗണിച്ചത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.